ഇന്ത്യ നോട്ടമിട്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അനവധി പേരുണ്ട്. മുമ്പേ സ്ഫോടനം അടക്കം ഉള്ളതിൽ നമുക്ക് പിടികിട്ടാനുള്ളതും ഈ രാജ്യം വിട്ടുപോയവരും രാജ്യത്തിന് പുറത്തു നിന്ന് നിയന്ത്രിച്ചവരുമായ അനവധി പേർ. അതിൽ കുറച്ചധികം പേർ പാകിസ്ഥാനിലാണ്, മറ്റുള്ളവർ വിവിധ രാജ്യങ്ങളിലുമാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പുറത്തു വന്ന വാർത്ത, ഈ മുമ്പേ സ്ഫോടനത്തിന് സൂത്രധാരനായിരുന്ന ഹുസൈൻ റാണെ ഇന്ത്യയിലേക്ക് കൈമാറാൻ അമേരിക്കൻ കോടതിയുടെ നീക്കം അവസാന ഘട്ടത്തിലേക്കാണെന്നാണ്. അതിന് തൊട്ടു പിന്നാലെ ഇതാ ഇന്ത്യ നോട്ടമിട്ട സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന മതപ്രഭാഷകൻ, വിവാദപരമായ മതപ്രഭാഷകനെ ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് മലേഷ്യയും അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് വളരെക്കാലം മുൻപേ ആവശ്യപ്പെട്ട കാര്യമാണ് എന്നുകൂടി മലേഷ്യൻ പ്രധാനമന്ത്രി പറയുന്നു. ധാക്കയിൽ ഇപ്പോൾ നടന്ന കലാപത്തിന് പിന്നിലും സക്കീർ നായിക്കിൻ്റെ പങ്ക് ഉള്ളതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും മുൻപൊക്കെ കേട്ടിരുന്ന വാർത്ത, അജ്ഞാതരാൻ ഇന്ത്യ നോട്ടമിട്ടവർ പലയിടത്തായി പടമാകുന്നു എന്നുള്ള വാർത്തയാണെങ്കിൽ ഇപ്പോൾ നോട്ടമിട്ടവരെ നാട്ടിലെത്തിക്കാനായി മോദിയുടെ ശ്രമമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഹുസൈൻ റാണ എന്ന് പറയുന്നത് വളരെ കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന മുംബൈ സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ്. സൂത്രധാരനെ കൈമാറാൻ അമേരിക്കൻ കോടതി തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. അതിനൊപ്പം തന്നെ സക്കീർ നായിക്കിനെയും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. സക്കീർ നായിക്കിൻ്റെ ചാനലിലും സ്കൂളുകളും ഉൾപ്പെടെ ഇന്ത്യ 2016 നിരോധിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ നേട്ടമായി തന്നെ ഇതിനെ കാണാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.